ദൈവമേ. ഹല്ലേലൂയ. വെളിപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മക്കളെ ആസ്വദിക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, വളരെ ഉയരങ്ങളോട് ജോലി ചെയ്യുമ്പോൾ കാലിൽ വഴി പോകാതെ കൈകൾ വഴി പോകാതെ അവരെ ദൈവപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഓരോ അപകടം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവം സൂക്ഷിക്കണമേ. ഗർഭമേഖലകളിൽ ജോലി ചെയ്യുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ടവരുടെ കർത്താവെ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്യണമേ. അവരെ ദൈവം ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരെ ആസ്വദിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. സർക്കാരുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കർത്താവെ, സർക്കാരുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. അവരെ കർത്താവെ ചെയ്യുന്ന എല്ലാ ജോലികളിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ മറക്കുവാൻ നിങ്ങൾ സഹായിക്കണമേ. കർത്താവേ, നടക്കുന്ന എല്ലാ ആരാധനയുടെ എല്ലാ ഭാഗങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമെന്ന് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ നാളുകളിൽ ആടുമാടുകൾ വളർത്തി ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ട മക്കളെ ആസ്വദിക്കണമേ. വാഹനങ്ങൾ കർത്താവെ ഓടിച്ചു ഉപയോഗിക്കുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്. കർത്താവെ, കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനറേറ്റ് പ്രവർത്തിപ്പിക്കേണ്ടതിന് വേണ്ടി മരണവാങ്ങി സഹായിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ധാരാളം നന്മയോടും അനുഗ്രഹം നൽകി ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ വിശ്വാസികൾക്കായ വിശ്വാസം എല്ലാ ശനിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും കടന്നു വരുന്ന എല്ലാ വിശ്വാസികൾക്കായും സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരു പക്ഷെങ്കിൽ എന്ന പാലക്കാലം ഞങ്ങളോടൊപ്പം കടന്നു വരാൻ കഴിയാതെ കർത്താവെ ഏതെങ്കിലും കാരണവശാൽ കർത്താവെ അവർ മറ്റേതെങ്കിലും ആരാധന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കർത്താവെ അവർ പോയി ചെയ്തമാണ് കടന്നുപോയിരിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്കായി സൺഡേ കുഞ്ഞുങ്ങൾക്കായി സ്വന്തം എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായി ഭവനങ്ങളായിരിക്കുന്ന അനേക മക്കളുടെ ആരാധന മനസ്സിലാക്കിയിട്ടും കടന്നു വരാൻ കഴിയാതെ രോഗികളായി ഭവനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയപ്പെട്ട മക്കളെ ആശ്രയിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കാലം കർത്താവെ വീഴുന്ന കാഴ്ചവെക്കണം പ്രിയ സഹോദരനെ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥരായിരിക്കുന്ന പറയാനിടയായി ഈ അത്ഭുത സൗഖ്യം കൊടുത്ത് ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ സഹോദരൻ ദൈവം അത്ഭുതമായി വിടുവിക്കണമേ. അടുത്തവരെ കാണുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം പ്രാപിച്ചത് കേൾക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സൗഖ്യമാക്കണമേ. എന്ന് കടന്നു വരാൻ കഴിയും മഴയുടെ പ്രതികൂലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ ആസ്വദിക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്യണമേ. പിൻഭാഗത്തിലായിരിക്കുന്നവർ തിരിച്ചു മടങ്ങിവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പുണ്യാത്മാക്കളുടെ ദിവ്യനാളുകളിലേക്കണമേ. ഈ ആലയം പച്ചവെച്ച് പൊട്ടിവെച്ചും കർത്താവെ നാൾ നടക്കേണ്ട എല്ലാ ആരാധനകളും അനുഗ്രഹിക്കണമേ. വരുന്ന ചൊവ്വാഴ്ച കൺവെൻഷനായി കർത്താവെ കർത്താവിന് തക്ക സമയത്ത് അയക്കണമേ. കർത്താവ് പ്രകൃതി അന്നത്തേക്ക് അനുകൂലമാക്കണമേ. ദേശീയ നാനാഭാഗങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ മക്കളും സാഹചര്യം ഒരുക്കുവാൻ സഹായിക്കണമേ. എല്ലാ മക്കളും കടന്നുകൊണ്ട് ഒരുമിച്ച് ആരാധിക്കുന്ന നല്ലൊരു ആരാധനയായി വരുന്ന ചൊവ്വാഴ്ച അനുഗ്രഹിക്കണമേ. ഇന്ന് വളരെ സൂക്ഷിക്കാനുകളെ ദൈവത്തിന്റെ സംസാരിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ട മകളെ ദൈവം അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളും സഹായിക്കണമേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ മുൻപോട്ട് കടന്നു പ്രാർത്ഥന നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാ കടകളോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, വലിയ സാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതികളുടെ മധ്യവസിക്കും സ്വർഗീയ പിതാവേ, ആരാധനയ്ക്ക് യോഗ്യനെ നന്ദിയോടെ വാഴ്ത്തുന്നപ്പ. പരിശുദ്ധനെ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. നിന്റെ കൃപയുടെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ കൃപയുടെ മറവിൽ ആ വക്ഷസിനെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. കടന്നു വന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ സാന്നിധ്യം നിറയണമേ. അപ്പച്ച പാതാളം എന്തെങ്കിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന അപ്പച്ച നിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ വരുന്നു പിതാവേ. സർവത്തിൻ്റെയും ഉടയവനായ ദൈവമേ, സകലത്തെയും പരിപാലിച്ചു നടത്തുന്ന പരിശുദ്ധനായ ദൈവമേ, ഹൃദയങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നിന്റെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓരോ മക്കളുടെ മേലും നിന്റെ കരുണ ഇറങ്ങണമേ അപ്പ. മനസ്സ് ഭാരപ്പെട്ടും തളർന്നും ഇരിക്കുന്ന മക്കളെ ശക്തീകരിക്കണമേ. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ഓരോരുത്തരെ അവിടുന്ന് മുദ്രയിട്ട് കാക്കണമേ. ഈ ഹോളും പരിസരവും എല്ലാം നിന്റെ ദൂതന്മാരെ
ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സകലതും അറിയുന്ന ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സർവത്തിന് മുമ്പേ ഞങ്ങളുടെ മധ്യേ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നപ്പ അനുഭവിക്കുന്ന കർത്താവെ, ഓരോരുത്തരിലും അത് ശക്തിയായി ബലമായി കർത്താവെ ഉറപ്പായി ഭയങ്ങളെല്ലാം മാറി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, നന്മ പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടുന്ന് കടന്നു പോകുവാൻ ഓരോ മക്കളെ ഒരുക്കണമേ. അപ്പൊ എന്നിവിടെ വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോ മക്കളുടെ എല്ലാം അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഹോളിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരാധനകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ വിശ്വാസികളെയും നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവെ. ഓരോ മക്കളെയും നീ അറിഞ്ഞ് കർത്താവെ നിന്റെ കൃപയുടെ മറവില് അപ്പൊ ഓരോ നിമിഷവും ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ, ഓരോ ആരാധനയും അപ്പനിലേക്ക് അടുത്ത് ചേരുവാൻ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ മക്കളെ എല്ലാം നീ മുദ്രയിട്ട് കാക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അവരായിരിക്കുന്ന ഇടങ്ങളില് പരിശുദ്ധനെ നീ കൂടെ ഇരുന്ന് അത്ഭുതകരമായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഉള്ളം പോലും, ഒരു വ്യക്തി പോലും വരാൻ തടസ്സമായി ഒരു ഇരുളിന്റെ ശക്തികളോ അന്ധകാര ശക്തികളോ രോഗത്തിന്റെ കെട്ടുകളോ ആരെയും തുടരുതേ കർത്താവേ. എല്ലാവരും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, സാമ്പത്തികമായി തകർത്തിരിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നിലും നിന്റെ കരുണ കൂടെ ഇരിക്കണമേ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും പരിശുദ്ധനെ വിറാമായി പോകത്തില്ല എന്ന് ഞാൻ വചനം പഠിപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ, ഇവിടുത്തെ ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഒരു ദുഷ്ട പോരുകളും ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഒരു വ്യക്തികളെ തൊടുവാൻ അനുവദിക്കല് കർത്താവെ. സകലത്തിന്മേലും ജയം തന്ന ജയാളിയായ ദൈവം ആ അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റി കർത്താവെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങി നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ കൃപ പൊഴിയുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആരും ഇവിടുന്ന് നിരാശയോടെ പോകരുത് കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളെ, ഓരോ കുടുംബങ്ങളെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. മറഞ്ഞിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഞാൻ ആരാധിക്കുമ്പോൾ, യഹോവയെ സ്തുതിക്കുമ്പോൾ, ദൈവം വലിയവനെന്ന് പുകഴ്ത്തുമ്പോൾ, ദൈവ വചനം പറയും പോലെ ശത്രു ചിതറി പോകണമേ കർത്താവെ. അവൻ ഒരു വഴിയായി വന്നു 7 വഴി അവന്റെ തകർപ്പച്ച തകർന്നു പോകുവാൻ, ദുഷ്ടന്റെ അധികാരങ്ങൾ തകർന്നു പോകുവാൻ, അവന്റെ അമ്മിക്കയറുകൾ പൊട്ടി മാറുവാൻ അപ്പ ദൈവമേ ഈ പ്രഭാതത്തിൽ നീ സഹായിക്കണമേ. അപ്പ ഒരു മക്കളെ ശത്രു തൊടാൻ അനുവദിക്കലേ. യേശുവിന്റെ രക്ത കോട്ടയ്ക്കുള്ളിൽ മറച്ച് അപ്പ ഇരട്ടിയായ അഭിഷേകത്തെ നൽകി സകല നുഖങ്ങളെ പൊട്ടിക്കുവാൻ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ, മറഞ്ഞിരിക്കുന്ന കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ, പരിശുദ്ധനെ ചിന്ത മണ്ഡലങ്ങളിൽ കൊണ്ടുവരുന്ന ഏത് ചിന്തയെയും തകർത്തുടച്ചുകൊണ്ട് യേശു വലിയവൻ, അവൻ ജീവിക്കുന്ന ദൈവം, അവൻ ഇന്ന് നമ്മോടുകൂടെ ഇരുന്ന് ആദ്യ നാളുകളിൽ ചെയ്ത ആദ്യ നൂറ്റാണ്ടിന്റെ ആ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഓരോ ജീവിതങ്ങളും പ്രവർത്തിച്ച് കുടുംബങ്ങളിലെ, കുഞ്ഞുങ്ങളിലെ, തലമുറയിലെ പാപിക്കെതിരെ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറ്റിക്കൊണ്ട് അപ്പ ജീവിതത്തിലേക്ക് കടക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. അപ്പ നിന്റെ കൃപയുടെ മറവിൽ നീ മറയ്ക്കണമേ. പുതിയ കൃപകളും കൃപാവരങ്ങളും ഓരോ മക്കളിലും പകരണമേ. അപ്പ ഈ ലോകം തൊട്ടന്റെ അധീനതയിലായിരിക്കുന്നു. അപ്പ ദൈവത്തെ അറിയാത്ത ഒത്തിരി ജനങ്ങളുണ്ട്. അപ്പ 1, 2, 10 പേർ നിന്നാൽ മാത്രം ഈ കൊയ്ത്ത് നടക്കത്തില്ല കർത്താവേ. അപ്പ ദൈവവചനം പറയുന്നു, കൊയ്ത്തിന്റെ യജമാനനോട് യാചിക്കുവാൻ, കൊയ്ത്തിന് വേണ്ടി അപ്പ വേലക്കാരെ ഒരുക്കുവാൻ ഈ ഹോളിൽ നിന്ന് അനവധി മക്കൾ ദൈവത്തിന് വേലക്കായി ഇറങ്ങണമേ. അപ്പ ഓരോ കുഞ്ഞുങ്ങളുടെ മേലെ നിന്റെ അഭിഷേകം പകരണമേ. ഒരു പുതിയ ശക്തി അപ്പ പ്രവചനത്തിന്റെയും അപ്പ ശുശ്രൂഷയുടെയും ഇടയ ശുശ്രൂഷയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഓരോ മക്കളിലും ഒരു മക്കൾ പോലും വെറുതെ കടന്നു പോകരുത്. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അപ്പ വചനം പറയുന്ന മക്കളെ ഉപയോഗിക്കണമേ. അവിടെ ഓരോ വാക്കുകളും കേൾക്കുന്നവർക്ക് അപ്പച്ച പുതിയ കൃപയാണ്. അപ്പ എലീശയിൽ നിന്ന് എലീശയിലേക്ക് പകർന്നപ്പെട്ട ആ അഭിഷേകത്തിലെത്തി എല്ലാ മക്കളിലും കത്തണമേ കർത്താവേ. ആരും അപ്പച്ച ഇവിടുന്ന് ഉദാസീനതയോടെ പോകരുത്. ആരെങ്കിലും നിരാശപ്പെട്ട് തകർത്തിരിക്കുന്നുവെങ്കിൽ ഹൃദയത്തെ പണിയുന്ന ദൈവം, ശൂന്യതയിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്ന ദൈവം, പരിശുദ്ധനെ ഇരുളിൽ വെളിച്ചത്തിൽ നിന്ന് ഇരുളിനെ നീക്കി അതിനെ വേർപിടിച്ച ദൈവത്തിന് മുന്നിൽ ഇരിക്കുന്ന
മുന്നോട്ട് നിൽക്കുവാൻ സഹായിക്കണം. ഈ ആരാധനയുടെ അവസാനം വരെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണേ. ഒരു വ്യക്തി പോലും കർത്താവേ അപ്പാ നിന്റെ വിരുദ്ധൻ പ്രാപിക്കാതെ ഇവിടുന്ന് പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. എന്ത് ഭാരത്തോടെ എത്ര ദൂരെ നിന്ന് വന്ന മക്കളെ നീ കാണണമേ കർത്താവേ. അവിടെ ഇറങ്ങും മുമ്പ് ദൈവം അവിടെ ഇറങ്ങി ചെന്നിരിക്കുന്നതിന് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ വ്യക്തമായി ഞങ്ങൾ അറിയുന്നു കർത്താവേ, നീ വാസ്തവമായി ഇവിടെ ഉണ്ട്. ഓരോ മക്കളോടും നീ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് ഇവിടുന്ന് കടന്നു പോകുവാൻ എല്ലാവരും ഒരുക്കണം. അപ്പ അഭിഷേകത്താൽ നിറയ്ക്കണേ. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന മക്കളെ കാക്കണമേ. കാലേതിന് സാമ്പത്തികമായി കൊടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അപ്പച്ച. ഇനിയും അധികം ഈ ഹാള് വളർന്നു വരുവാൻ, ഇതിൽ വരുന്ന മക്കൾ വളരുവാൻ ആത്മീകമായും അപ്പ ഭൗതികമായും സകലത്തിലും അവർ മുൻപന്മാരായി നിൽക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നീതിമാന്റെ വഴിയെല്ലാം അപ്പ പ്രഭാതത്തിന് നട്ടുച്ച പോലെ തന്നെ അത് ശോഭിച്ച് വരുവാൻ അങ്ങ് സഹായിക്കണം. അതിനെതിരെ നിൽക്കുന്ന ഇരുളുകളെ നീക്കി ജയത്തോടെ നടക്കാൻ സഹായിക്കണം. അപ്പ എല്ലാം ചില കരകളിൽ സമർപ്പിക്കുകയാണ്. ബ്രദറെ കുടുംബത്തെ പല കരകൾ തരുന്നു. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണേ. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയിലും നിന്റെ നാമ മഹത്വമാകട്ടെ. അപ്പ അമ്മയുടെ ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിക്കണേ. എല്ലാം അനുഗ്രഹിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഹാളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിടണമേ. അവരായിരിക്കുന്നത് രാജാവിന്റെ സന്നിധിയിലാണെന്ന് ആരും പറയാതെ, അമ്മമാർ വിഷമിക്കാതെ, അവരെ നിയന്ത്രിച്ച് ഭാരപ്പെടാതെ എന്റെ പരിശുദ്ധ ദൈവമേ അവരെ അങ്ങ് നിയന്ത്രിച്ചു കൊള്ളണമേ കർത്താവേ. സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം എന്റെ കുഞ്ഞു മക്കളിലേക്ക് വളർന്നു വരുന്ന തലമുറ അപ്പ ദൈവത്തിന് പ്രയോജനമുള്ളവരായി അതിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ ആത്മാവിനാൽ മുദ്രയിട്ട് കാക്കണം. കൃപയിൽ പൊതിയിടം. എന്റെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഭവനം വിട്ടേച്ച് വന്ന എല്ലാ മക്കളെ തരുന്നു. അവിടെ എല്ലാം ആയിരിക്കുന്നവരെ മുദ്രയിട്ട് കൊള്ളണമേ. വീണ്ടും കടന്നു ചെല്ലുമ്പോൾ വളരെ സന്തോഷം കാണുവാൻ അവിടെ സഹായിക്കണം. എല്ലാം ചില കരകൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ